ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വളരെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ കാത്തിരുന്ന അപ്ഡേറ്റ് ആണ് ഇതാ ഒത്തു പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഇനി നിങ്ങൾക്ക് സമയമൊന്നും അനുവദിച്ചിട്ടില്ല. 3 റിസൾട്ട് ഡേറ്റുകൾ, 3 പബ്ലിക് എക്സാമിന്റെയും റിസൾട്ട് ഡേറ്റുകൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SSLC-കാരുടേതാണ്. നിങ്ങളുടെ റിസൾട്ട് അടുത്ത മാസം ഏറ്റവും ആദ്യം സെക്കൻഡ് വീക്ക് തീരുമ്പോൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് 15-ാം തീയതി വരും എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. താമസിക്കേണ്ട, ഒരാഴ്ച കഴിഞ്ഞാൽ മെയ് 22-ാം തീയതി, അതായത് ആദ്യമേ ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു, പിന്നീട് മെയ് 25-ലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ ഇതാ മെയ് 22-ാം തീയതി നിങ്ങളുടെ +2 റിസൾട്ട്, ഹയർ സെക്കൻഡറിക്കാരുടെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് മെയ് 22-ാം തീയതി വരുന്നു. +1കാർക്കും ഇപ്പോഴിതാ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ഡേറ്റ് തന്നിരിക്കുകയാണ്. +1ന്റെ റിസൾട്ട് ജൂൺ 10-ാം തീയതി, സ്കൂളുകൾ തുറന്ന് ഒരാഴ്ച കഴിയുന്ന ആ ഒരു വേളയിൽ തന്നെ നിങ്ങളുടെ +1 റിസൾട്ടും വരും. ഇത് സത്യത്തിൽ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ തന്നെ കേൾക്കുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ തന്നെ ഒരു കൺഫർമേഷൻ വന്നത് ഇപ്പോഴത്തെ ബാച്ചിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം വലിയ നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം ഇനി എന്തായാലും നിങ്ങൾക്ക് അത് ഇഴച്ചുകൊണ്ട് പോകുമോ, നീട്ടിക്കൊണ്ടു പോകുമോ, എന്ന് വരുമെന്നൊരു ടെൻഷന്റെ ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് തന്നിരിക്കുകയാണ്. മെയ് 15, മെയ് 22, ജൂൺ 10. പിന്നെ +1കാർക്ക് അതിനേക്കാളും കുറച്ചുകൂടി സന്തോഷിക്കാമെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ബാക്കി ഇംപ്രൂവ്മെന്റ് എക്സാമിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരുങ്ങാനുള്ള സാവകാശം നിങ്ങൾക്ക് ജൂണിലെ 10-നകത്ത് തന്നെ നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരുങ്ങുകയാണ്. സോ വാല്യൂഷൻ്റെ അപ്ഡേറ്റും ഇതിനിടയ്ക്ക് ഇനി ഒരുപാട് അപ്ഡേറ്റുകൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങൾ, സൈറ്റുകൾ, റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പെർസെൻറ്റേജ്, സോ എല്ലാം ഞങ്ങൾ വീഡിയോ ആയിട്ട് ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ.